വെള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീമതി സാജിദ യൂസഫ്, ഈ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി തങ്കമ്മ വർഗീസ്, മറ്റ് ജനപ്രതിനിധികളെ, വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏവർക്കും നമസ്കാരം. നമ്മുടേതായ മാറ്റങ്ങൾ കൂടിയാണ്. ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് വെള്ളൂർ ഗ്രാമപഞ്ചായത്ത് ഈ വർഷത്തെ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത്. ആദ്യമായി ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആദരണീയായ പ്രസിഡന്റ് ശ്രീമതി തങ്കമ്മ വർഗീസിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. ഈ യോഗത്തിൽ പദ്ധതി അവതരണം നടത്തുന്ന വികസന കൃതജ്ഞത അറിയിക്കുന്ന വെള്ളൂർ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീമതി വിജയ സിയൽ, ഈ വികസന സെമിനാറിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് ഉദ്യോഗസ്ഥർ, പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാവരെയും ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുര്യാക്കോസ് തോട്ടത്തിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷാൻഡി ടീച്ചർ, ക്ഷേമകാര്യ ചെയർപേഴ്സൺ ശ്രീ റെജി അറാക്കൽ, എല്ലാ വാർഡുകളിൽ നിന്നും വന്നിരിക്കുന്ന മറ്റു മെമ്പർമാരെ, ഇവിടെ വന്നിരിക്കുന്ന CDS അംഗങ്ങള്, ഹരിതകർമ്മ വെള്ളൂർ ഗ്രാമപഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തിലെ വാർഷിക പദ്ധതിയുടെ രൂപീകരണത്തിന് മുന്നോടിയായിട്ടുള്ള വികസന സെമിനാറാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ 17 വാർഡുകളിൽ നിന്നും ഓരോ മേഖലകളിലും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വൈദഗ്ധ്യം ഉള്ള ആൾക്കാരാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മുടെ പഞ്ചായത്തിന്റെ ഓരോ വികസന പ്രവർത്തനങ്ങളിലും പങ്കാളികളാകാനാണ് ഇന്നിവിടെ നാം എത്തിച്ചേർന്നിരിക്കുന്നത്. ഓരോ വാർഡുകളിൽ നിന്നും കിട്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് സമഗ്രമായ ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അതിലേക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ പഞ്ചായത്തിലൂടെ ഒഴുകുന്ന മൂവാറ്റുപുഴയാറിനോട് അനുബന്ധിച്ച് നമുക്ക് എന്തൊക്കെ സാധ്യതകൾ അതിലുണ്ടെന്നും നമ്മുടെ KPPL, KRL ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഈ വികസന സെമിനാറിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഈ അധ്യക്ഷ പ്രസംഗം ഇവിടെ നിർത്തുന്നു. നമ്മുടെ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനിയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി തങ്കമ്മ വർഗീസിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വെള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസനം സാക്ഷാത്കരിക്കുവാൻ ഇന്ന് ഈ വികസന സമിതിയിലൂടെ, ഇന്ന് ഈ വികസന സെമിനാറിലൂടെ നമ്മളിവിടെ പദ്ധതികൾക്ക് രൂപം കൊടുക്കുവാൻ ഇനി സാധിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായി ആശംസിക്കുകയാണ്. ഏതാണ്ട് 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇന്ന് അതിലേക്ക് പോന്നപ്പോൾ ഹരിയോട് പറയുകയുണ്ടായി, വെള്ളൂർ HLന്റെ അവിടെ വരുമ്പോൾ ഈ തിക്കും തിരക്കും ആളും കൂട്ടവും വണ്ടിയും വാഹനവും കവലയിലേക്ക് വന്നാലും എല്ലാം അത്തരം ഒരു വെള്ളൂർ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. അത് നമുക്ക് കൈമോശം വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് തിരിച്ചു വരാം. നമുക്കിന്ന് KPPL-ഉം KRL-ഉം ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. അതിലൂടെ എല്ലാം ഒത്തിരി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വെള്ളൂരിന്റെ മുഖച്ഛായ മാറ്റുവാൻ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ഒത്തിരിയേറെ റിസോഴ്സോടെ പ്രസിഡന്റ് പറയുണ്ടായി. മൂവാറ്റുപുഴയാറ് നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസത്തിന് ഹോപ്പുള്ളൊരു പ്രദേശമാണ് വെള്ളൂർ. വടയാർ അവിടെ മുതൽ ഇങ്ങനെ പോന്നാൽ ചങ്ങലപ്പാലം വരെയും, അല്ലെങ്കിൽ തലേറപ്പുറമിന്റെ അറ്റം വെട്ടിക്കാട്ടുമുക്ക് മുതൽ ഇങ്ങനെ പോന്നാൽ വെള്ളൂർ ഗ്രാമപഞ്ചായത്ത് എത്രയോ സ്ഥലങ്ങളാണ് മൂവാറ്റുപുഴയാറിന്റെ തീരത്ത്. ഇവിടെ ടൂറിസത്തിന് വളരെയേറെ ഹോപ്പുണ്ട്. ഇന്ന് ജില്ലാ പഞ്ചായത്തിൽ നിന്നും എഴുമാന്തുരത്തിലേക്ക് അതിനൊരു പഠനം നടത്തുവാൻ എഴുമാന്തുരത്തും പൈസ ഫണ്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ പഠനം നടത്തിയിട്ട് അടുത്ത വർഷം കുമരവുമായി എഴുമാന്തുരത്ത് ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ടൂറിസത്തിന്, അപ്പോൾ അത് ഇങ്ങോട്ടും കൂടി നീട്ടുവാൻ, വെള്ളൂരിലേക്കും കൂടി നീട്ടുവാൻ വേണ്ടി വെള്ളൂർ ഭരണസമിതിയും നമ്മുടെ ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷൻ, അദ്ദേഹത്തെക്കുറിച്ച് ഒരു വാക്ക് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ജനപ്രതിനിധിയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ലൂക്ക് മാത്യു നമ്മുടെ ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷനായി കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അറിവും കഴിവും അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിചയവും തീർച്ചയായും ഈ വികസന സെമിനാറിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾക്ക് രൂപം കൊടുക്കുവാൻ സാധിക്കും, നേതൃത്വം കൊടുക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് എനിക്കറിയാം. അത്തരം നല്ല പദ്ധതികൾക്ക് രൂപം കൊടുക്കുവാൻ വെള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഈ വികസന സെമിനാറിന് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്.
നല്ല പദ്ധതികൾക്ക് രൂപം കൊടുത്തുകൊണ്ട് ഏറ്റവും സാധാരണക്കാരാളുടെ ആവശ്യങ്ങൾ കൂടി കണ്ടറിഞ്ഞ്, നമുക്കറിയാം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും ഒത്തിരിയേറെ വികസനം കടന്നില്ലാത്ത പ്രദേശങ്ങളുണ്ട്, അവിടത്തേക്കും കൂടി വികസനം എത്തിച്ചുകൊണ്ട് സമ്പൂർണ്ണമായ ഒരു വികസനത്തിന്റെ പതാവിലേക്ക് നമ്മുടെ ഈ വെള്ളൂർ ഗ്രാമപഞ്ചായത്തിന് ഉയരുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹം നിറഞ്ഞ് നിങ്ങളെല്ലാവരെയും നേരിൽ കാണുന്നുണ്ട്. എന്നെ ഇവിടെ വിളിക്കുവാനും ഇത്തരം ഒരു ഉദ്ഘാടനത്തിന് അനുവാദം നൽകുകയും ചെയ്തതിന്റെ വെള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ ടീമംഗങ്ങളോടും സ്റ്റാഫിനോടുമുള്ള എൻ്റെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. പദ്ധതികൾക്ക് സാധ്യമാവുന്ന മാറ്റം വരുത്തി അന്തിമമാക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാവണമെന്നേരുകൾ. പദ്ധതി രൂപീകരണ നിർവഹണ മോണിറ്ററിംഗ് ചെലവുകൾ 3 ലക്ഷം. 15ാം പഞ്ചവത്സര പദ്ധതി രൂപീകരണ പ്രവർത്തനങ്ങളും വികസന രേഖ തയ്യാറാക്കലും 1,50,000. SK വിഹിതം നൽകൽ 5 ലക്ഷം. SK വിഹിതം നൽകൽ 1,14,005 രൂപ. അംഗനവാടി പോഷകാഹാര വിതരണം 2 ലക്ഷം. സ്വാതന പരിചരണ പദ്ധതി 9 ലക്ഷം. BMIFG അധിക വിഹിതം നൽകൽ 14 ലക്ഷം. അഗതിരഹിത കേരളം 2 ലക്ഷം. അതിദാരിദ്ര്യ മൈക്രോ പ്ലാൻ പോഷകാഹാരം ലഭ്യമാക്കൽ 30,000. അതിദാരിദ്ര്യ മൈക്രോ പ്ലാൻ മരുന്ന് ലഭ്യമാക്കൽ 50,000. ലൈഫ് മിഷൻ ഭവന പദ്ധതി ജനറൽ 53,93,000. ലൈഫ് മിഷൻ ഭവന പദ്ധതി SC. BMIG അധിക വിഹിതം SC. നിഷ്ക്രിയ മാലിന്യം നീക്കം ചെയ്യുന്നതിന്റെ കുടിശ്ശിക ക്ലീൻ കേരള കമ്പനിക്ക് നൽകൽ 2,64,469 രൂപ. ലെഗസി മാലിന്യം നീക്കം ചെയ്യുന്നതിന് ക്ലീൻ കേരള കമ്പനിക്ക് തുക കൈമാറൽ 2 ലക്ഷം. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പും ബത്തയും 4,50,000. പാടശേഖരം അടിസ്ഥാന സൗകര്യങ്ങൾ വികസനം പെട്ടിയും പറയും 5 ലക്ഷം. ആഫ്രിക്കൻ ഒച്ച നിർമ്മാർജ്ജനം 2 ലക്ഷം. തെങ്ങിൻ തൈ വിതരണം 30,000. കിഴങ്ങുവർഗ വിത്ത് വിതരണം 1,50,000. അടുക്കള മുറ്റത്തെ കോഴി വളർത്തൽ കൂടില്ലാതെ 2,88,000. കുട്ടികൾക്ക് നീന്തൽ പരിശീലനം 2 ലക്ഷം. മുണ്ടകപ്പാടം പാടശേഖരങ്ങളിലേക്ക് കൃഷിക്ക് വെള്ളം ലഭ്യത ഉറപ്പാക്കാൻ 50 HP-യുടെ മോട്ടോർ സ്ഥാപിക്കൽ 5 ലക്ഷം. ഏത്തവാഴ റോഡ് അറ്റകുറ്റപ്പണി വാർഡ് 4. മലയപ്പള്ളി അംഗനവാടി റോഡ് അറ്റകുറ്റപ്പണി വാർഡ് 5. നാത്തായി റോഡ് അറ്റകുറ്റപ്പണി വാർഡ് 6. കോട്ടക്കുന്നൽ കൂളപ്പള്ളി റോഡ് അറ്റകുറ്റപ്പണി വാർഡ് 7. കളത്തുന്നൽ താളലയം റോഡ് അറ്റകുറ്റപ്പണി വാർഡ് 8. കല്ലുവേലി പെരുന്തട്ട് റോഡ് അറ്റകുറ്റപ്പണി വാർഡ് 9. പാലായപ്പള്ളി അംഗനവാടി. ഈ വെള്ളൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രാമീണ റോഡുകളെല്ലാം ഒരു പരിധിവരെയും നന്നാക്കിയിട്ടുണ്ടെങ്കിലും ഇനിയും അനേകം റോഡുകളെല്ലാം നന്നാക്കി വികസന പ്രക്രിയ മുന്നോട്ട് പോകേണ്ടതുണ്ട്. വിവിധ റോഡുകൾ മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ 100 കോടി രൂപ കിട്ടിയാൽ പോലും കഴിയാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാൻ നമ്മുടെ ആശകൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാം നിർദ്ദേശിച്ച് നമുക്കറിയാം. അതെല്ലാം നമ്മളെ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തനത് വരുമാനങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി നമ്മുടെ ഈ പഞ്ചായത്ത് ഭരണസമിതി മുൻകൈ എടുത്തുകൊണ്ട് മൂവാറ്റുപുഴ ആറ്റിൽ അടിഞ്ഞുകൊണ്ടിരിക്കുന്ന മണല് കൈകാര്യം ചെയ്ത് വരുമാനം വർദ്ധിപ്പിക്കുവാനും കമ്പനിയിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ കഴിയണമെന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വെള്ളൂരിന്റെ പഴയ പ്രതാപം നമുക്ക് ഈ ഭരണസമിതിയുടെ കാലത്ത് തിരിച്ചു പിടിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് നല്ലൊരു ആശ നൽകുവാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്റെ എളിയ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 2026-27 വർഷത്തെ നമ്മുടെ പഞ്ചായത്ത് ചെയ്യേണ്ട വികസന കാര്യങ്ങൾ സൂക്ഷ്മമായി ചർച്ച ചെയ്യുവാനും തീരുമാനിക്കാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള സെമിനാറുകൾ സംഘടിപ്പിച്ചത്. നമുക്കെല്ലാം അറിയാം, നമുക്കൊരു പഴയ കാലമുണ്ട്. ഇതുപോലെ യോഗം കൂടാതെ പഞ്ചായത്ത് മെമ്പർ തീരുമാനിച്ചാൽ പല കാര്യവും നടക്കുന്നൊരു കാലമുണ്ടായിരുന്നു കേരളത്തിൽ. ഒരു കഴിവ് വേണമെങ്കിൽ, ഒരു വ്യക്തിക്ക് ഒരു ആനുകൂല്യം കിട്ടണമെങ്കിൽ പഞ്ചായത്ത് മെമ്പറെ പോയി കണ്ടാൽ കാര്യം നടക്കുന്ന ഒരു കാലം. ആ കാലം മാറി. ഇപ്പൊ അടുത്തത് ഈ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമെന്നതിനെ ഞാൻ ശ്രമിച്ചാലോ ഇവിടെ ഇരിക്കുന്ന 17 അംഗങ്ങൾ ശ്രമിച്ചാലോ ഒറ്റയ്ക്ക് ഒന്നും നടക്കുകയും. എന്തു നടക്കണമെങ്കിൽ നിങ്ങൾ അറിയണം.
നമ്മൾ അറിയണം. നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഈ പഞ്ചായത്തിനും ബ്ലോക്കിനും ഡിസിഷൻ ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഉറപ്പു നൽകുന്നു. പഞ്ചായത്ത് അടക്കമുള്ള ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ പഞ്ചായത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ കഴുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാവിധ പിന്തുണയും സഹകരണവും ഉറപ്പു നൽകിക്കൊണ്ട് ഈ ചടങ്ങിൽ എല്ലാവരുടെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുന്നു. മെമ്പർ പറഞ്ഞതുപോലെ പ്രസംഗമല്ല, നമുക്ക് ഈ നമ്മുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അവതരിപ്പിച്ച നമ്മുടെ കരട് പദ്ധതിയെക്കുറിച്ച് നമുക്ക് ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എങ്കിലും ഇവിടെ പറഞ്ഞു, നമ്മുടെ ഗ്രാമസഭയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ആണ് വികസന സെമിനാറിലൂടെയും അതുപോലെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റിയുടെയും അംഗീകാരത്തിലൂടെ ഇവിടെ നടപ്പാക്കുന്നത്. എങ്കിലും നമ്മുടെ ഗ്രാമസഭയിൽ എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മുടെ ഫണ്ടിന്റെ അപര്യാപ്തത മൂലം. എങ്കിലും ഞാൻ ഇവിടെ വിഭാവന ചെയ്യുക മാത്രമല്ല, അത് നടപ്പിലാക്കുവാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാക്കണം. കാരണം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള പദ്ധതി വിഹിതത്തിൽ ഏകദേശം 50% മാത്രമേ നമ്മൾ നടപ്പാക്കിയിട്ടുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥ ഈ പ്രാവശ്യം ഉണ്ടാവരുത്. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പരിശ്രമിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണങ്ങളും അതിനുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സുഹൃത്തുക്കളെ, നമ്മൾ ഇനി പ്രസംഗത്തിന്റെ ആവശ്യമില്ല. നമുക്ക് 12 നമുക്കിവിടെ ഓരോ ഗ്രൂപ്പിന്റെ പേര് നമ്മളെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ വന്നിരിക്കുന്നവർ ആ ഓരോ വാർഡിനും ഇനി ആൾക്കാർ ഓരോ ഗ്രൂപ്പിലേക്ക് വെച്ചു.